ബാലയ്യ കാരുവിന്റെ പടം ഡയറക്ട് ചെയ്ത സംവിധായകന്റെ സ്കന്ദ എന്ന പടത്തെ നമ്മൾ ഇന്ന് എണ്ണയിലിട്ട് വറുത്തെടുക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതിന്റെ കഥ എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്ന് വെച്ചാൽ, രണ്ട് CMന് ബ്ലാക്ക് മണി വൈറ്റ് ആക്കണം. അതിനുവേണ്ടി ഒരു ബിസിനസ്മാനെ ഇവർ പോയി കാണും. പക്ഷേ ബിസിനസ്മാൻ ഇവരെ ഊക്കിവിടും. എന്റെ കമ്പനിയിലേക്ക് എൻട്രി ചെയ്യുന്ന കാറ്റിനെ പോലും 10 തവണ ഫിൽറ്റർ ചെയ്തിട്ടേ കടത്തി വിടാറുള്ളൂ ഞാൻ. അങ്ങനെയുള്ളപ്പോഴാ നിങ്ങൾ ഈ ചവറ് കൊണ്ടിടാൻ പറയുന്നത്. എങ്ങനെ ഇത് അക്സെപ്റ്റ് ചെയ്യും? അങ്ങനെ ഈ നന്മ നിറഞ്ഞ ബിസിനസ്മാന് പക്ഷെ ഇതിനു ശേഷം കക്കൂസി പോകാൻ പോലും നേരം കിട്ടിയിട്ടില്ല. 2 CM കൂടെ ഇയാളെ പിടിച്ച് അകത്തിടും. എന്നിട്ട് മോളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ആ കുറ്റമെല്ലാം ഇയാളെ കൊണ്ട് സമ്മതിപ്പിക്കും. ചെയ്ത കുറ്റമെല്ലാം സമ്മതിച്ചത് കൊണ്ട് തന്നെ വധശിക്ഷ ബിസിനസ്മാന് കോടതി വിധിക്കും. അതിനെന്തിനാ ഇയാൾ ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻ ഇടുന്നത്? വാഴത്തോട്ടത്തിൽ നിന്ന് കൊലവെട്ടിയ കേസൊന്നും അല്ലല്ലോ വെറുതെ ഇവിടെ. അടുത്ത സീനിൽ വില്ലൻ CMന്റെ മോളുടെ കല്യാണമാണ് കാണിക്കുന്നത്. ആ വില്ലൻ CM വലിയച്ഛനെ വെറുതെ പൊക്കിയടിക്കും. നമസ്തേ മാഡം. ഈ നാട്ടിൽ നമ്മുടെ പാർട്ടിയുടെ ശക്തിയും അടിത്തറയും എല്ലാം വല്യച്ഛന്. ഇവിടെ വല്യച്ഛനില്ലെങ്കിൽ നമ്മളേ ഇല്ല. പക്ഷേ CMന്റെ മകൾ ഒരാളുടെ കൂടെ ഒളിച്ചോടും. ഇങ്ങനെ ഒളിച്ചോടുന്ന് കാണുന്ന നമ്മുടെ വില്ലൻ CM തനിക്ക് അഭിമാനമാണ് വലുത് എന്ന് പറഞ്ഞ് കുടുംബത്തിന്റെ അഭിമാനമായ വലിയച്ഛന്റെ തല പിടിച്ചങ്ങ് തിരിക്കും. വല്യച്ഛനുണ്ടല്ലോ. കുടുംബത്തിന്റെ അഭിമാനത്തിന് ഒറ്റയടിക്ക് കൊന്ന പിന്നെ താൻ എന്തിനാണോ നേരത്തെ കുടുംബത്തിന്റെ അഭിമാനം വലിയച്ഛനാണ് എന്നൊക്കെ പറഞ്ഞ് കൊണയടിച്ചത്? അങ്ങനെ കുടുംബത്തിന്റെ അഭിമാനം രക്ഷിച്ച് കൊണയടിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് മോൾ ഒളിച്ചോടി ഇത് മറ്റേ CMന്റെ മോനുമായിട്ടാണെന്ന്. എന്നിട്ട് മറ്റേ CMനെ കൊല്ലാൻ ഈ CM ഗുണ്ടയ്ക്ക് കൊട്ടേഷൻ കൊടുക്കും. ബൈ ദി വേ, ഈ പടത്തിൽ 2 ഹീറോസ് ഉണ്ട്. ബിസിനസ്മാന്റെ മോളുടെ ലവറാണ് ഫസ്റ്റ് ഹീറോ. പിന്നെ നമ്മുടെ ബിസിനസ്മാന്റെ ഫ്രണ്ടിന്റെ മോനാണ് സെക്കൻഡ് ഹീറോ. അപ്പോൾ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ഗുണ്ടയെ കൊട്ടേഷൻ കൊടുക്കുന്ന കാര്യം. അങ്ങനെ ഈ ഭയങ്കര എൻട്രി ആയി വരുന്ന ഗുണ്ട ആദ്യത്തെ വെട്ടിന് തന്നെ ഫസ്റ്റ് ഹീറോയുടെ കൈകൊണ്ട് തീരും. ഇതിനിടയിൽ നമ്മുടെ ഫസ്റ്റ് ഹീറോയുടെ കുറച്ച് മാസ് ഡയലോഗ്സും ഉണ്ട് കേട്ടോ. ഒരു കാട്ടിലൊരു പുലിയുണ്ട്. ആ പുലിക്ക് ഫ്രണ്ടായിട്ടൊരു മുയലുണ്ട്. എന്നിട്ട് ഈ CMന്റെ വീട്ടിൽ പോയി അയാളുടെ മോളെ തട്ടിക്കൊണ്ട് വരാൻ പ്ലാൻ ഇടുന്ന നമ്മുടെ രണ്ടാമത്തെ ഹീറോ അയാളുടെ വീട്ടിലോട്ട് പൊളന്നുകൊണ്ട് കയറിപ്പോകും. എന്നിട്ട് ഇവൻ അവിടത്തെ സെക്യൂരിറ്റി മിലിറ്ററി എല്ലാം അടിച്ചിട്ടിട്ട് കുറച്ച് കൊണച്ച ഡയലോഗ് അങ്ങോട്ട് കാച്ചും. നിന്റെ സ്റ്റേറ്റ് കടക്കില്ലെന്ന് പറഞ്ഞു, കടന്നു. നിന്റെ ഗേറ്റ് കടക്കില്ലെന്ന് പറഞ്ഞു, കടന്നു. നിന്റെ ഫോഴ്സ് കടക്കില്ലെന്ന് പറഞ്ഞു, കടന്നു. നിന്റെ പവർ കടക്കില്ലെന്ന് പറഞ്ഞു, കടന്നു. ഇനി എന്താണ് കടക്കേണ്ടത്? നിന്റെ മറ്റേടത്തെ കോപ്പോ? നിനക്കുറങ്ങി കിടക്കുന്നവരെ കൊല ചെയ്തായിരിക്കും ശീലം. എനിക്ക് ഉറങ്ങുന്നവരെ ഉണർത്തി കൊല ചെയ്ത ശീലം. ഇനി കുഴിയിൽ പോയി കിടക്കാം. നിന്ന് കഥാപ്രസംഗം നടത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആദ്യമേ വെടിവെച്ചിരുന്നെങ്കിൽ അവൻ കുഴി പോയേനെ. എന്നിട്ട് ഇവൻ ഹെലികോപ്റ്ററിൽ 2 പേരെയും തട്ടിക്കൊണ്ടു പോകും. അങ്ങനെ മകളെ രക്ഷിക്കാൻ വേണ്ടി 2 CM കൂടി ബിസിനസ്മാനെ കൂട്ടി ഇവന്റെ അടുത്തേക്ക് പോകും. പക്ഷെ ഇതൊക്കെ കണ്ട നമ്മുടെ ഹീറോ ബോധം കെട്ടി വീഴും. അടികൊണ്ട് വീഴും. അങ്ങനെ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നൂടുണ്ട് ബാക്കി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഹീറോ കേറി വന്ന് പുക പറപ്പിക്കും. പുകയുണ്ടല്ലോ നിറച്ചിട്ടോളണം, ഒരു സാധനം പോലും ആൾക്കാർ കാണുന്നു. എന്നിട്ട് ഇത് ഇടുക്കിയിലെ കറണ്ട് വരെ ഇവൻ കളയും. ഭയങ്കരമായ ആള്. അങ്ങനെ 2 CMനെയും ഇവൻ അടിച്ചിട്ടിട്ട് പറയും, ഇറങ്ങി ഞാൻ, നിങ്ങൾ ചെയ്തതെല്ലാം അറിഞ്ഞു ഞാൻ, അതാ ഇങ്ങനെ കിടക്കുന്നത്. സാധാരണ ഇത്തരം പടങ്ങളിൽ ഒരാളുടെ കോപ്രായമായിരിക്കും, പക്ഷേ ഇതിൽ 2 പേരുടെ കോപ്രായമുണ്ട്. അങ്ങനെ ഇതുപോലെ കുറേ കോപ്രായങ്ങൾ കാണിച്ച് പടം തീരും.